അതല്ലെങ്കിൽ അവന്റെ പെൻഡ്രൈവിലൂടെ അവൻ ലോകത്തെ വൃത്തികെട്ട വെബ്സൈറ്റുകളിലേക്ക് കടന്നു കയറുകയാണ്. അതിലൂടെ അവന്റെ മനസ്സ് മലിനമാകുന്നു, മയക്കുമരുന്നിന് അടിമയാകുന്നു. ബാംഗ്ലൂരിന്റെ തെരുവിൽ മദ്യപിച്ച് രാത്രി കാലത്ത് ബൈക്ക് ഓടിച്ച് പരസ്പരം കൂട്ടിമുട്ടി ചതഞ്ഞെറിഞ്ഞ യുവത്വമെത്ര, ബാറുകളിൽ പൊലിഞ്ഞു വീണ യുവത്വമെത്ര. ബാംഗ്ലൂരിലേക്ക് തന്റെ മകനെ കൂടുതൽ പണം കിട്ടുന്ന ജോലിക്ക് ഉടമയാക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കാൻ പറഞ്ഞ പിതാക്കൾ കണ്ണീരിൽ കഴിയുന്ന കഥ എന്റെ നേരിട്ടുള്ള അനുഭവത്തിലുണ്ട്. മക്കൾ കയ്യിൽ നിന്ന് പോകുന്നു. എന്തുകൊണ്ട്? ടെലിവിഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫലമില്ല, കാലം കടന്നുപോയി. അവന്റെ മുമ്പിൽ കമ്പ്യൂട്ടറും അതിന്റെ ആവശ്യമുള്ള സാമഗ്രികളുമുണ്ട്. എന്തേ? നാടോടുമ്പോ നടുവ ഓടാൻ പഠിക്കണം. കമ്പ്യൂട്ടറും കള്ളും കുപ്പിയും ഒക്കെ ഇരിക്കട്ടെ, അത് ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവൻ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മതബോധം. അറിവ് പോലെ തിരിച്ചറിവുണ്ടാക്കി കൊടുക്കണം. അതാണ് നറുവിജ്ഞാനം. അത് കുട്ടിക്കുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുമോ? അവന്റെ മുമ്പിൽ എല്ലാ തിന്മകളും ഉണ്ടാകട്ടെ. മദ്യപാനികളല്ലേ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ. ഇപ്പോൾ നമ്മുടെ സമൂഹം കുടിച്ചിട്ട് ഈ നമ്മുടെ നവവത്സര ദിനത്തിൽ പോലും എത്ര പേരാ കുടിച്ചത്? ഒരു മുസ്ലിം നവോത്സവത്തിൽ ചിന്തിക്കേണ്ടത് എന്താ? ഒരു വയസ്സുകൂടി കൂടി മരണത്തിലേക്ക് ഒരു വർഷവും കൂടി അടുത്തു. ഇവനോ ആ പുലരി ആസ്വദിക്കാൻ വേണ്ടി കള്ളു കുടിക്കുന്നു. ഇസ്ലാം എത്ര ഗൗരവത്തിലായി വിഷയം കണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമല്ലേ പ്രവാചകർ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. കാരുണ്യത്തിന്റെ പ്രവാചകരല്ലേ. ഇർഹമൂ മൻ ഫിൽ അർദ് എന്നല്ലേ പറഞ്ഞത്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത പ്രവാചകരല്ലേ. പക്ഷെ ഒരു സംഭവം നോക്കൂ നിങ്ങൾ, വ്യതിരിക്തം, തികച്ചും വ്യതിരിക്തം. അത്യപൂർവങ്ങളായ ഹദീസിൽപ്പെട്ടത്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിലേക്ക് കള്ളുകുടിച്ച ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. കള്ളുകുടിച്ചൊരു ചെറുപ്പക്കാരനെ മദ്യപാനികളെ സഹപ്രവർത്തകരായി ലഭിച്ച ആളുകൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കൂട്ടത്തിൽ ഏതായാലും ഉണ്ടാവില്ലല്ലോ, നമ്മുടെ സഹപ്രവർത്തകരുണ്ടാവാമല്ലോ. അവന് പറഞ്ഞു കൊടുക്കണം. കാരുണ്യത്തിന്റെ പ്രവാചകർ. എങ്ങനെയുള്ള പ്രവാചകർ? ബാല അഅറാബിയും ഫിൽ മസ്ജിദി, പള്ളിയിൽ അഅറാബി മൂത്രമൊഴിച്ചു. പള്ളിയിൽ മൂത്രമൊഴിച്ചു. എത്ര ഗൗരവം! നമ്മുടെ പള്ളിയിൽ ഒരു മൂത്രമൊഴിച്ചു നോക്കണം. സ്വഹാബത്ത് ചാടി എഴുന്നേറ്റ് അവനെ പിടികൂടാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, പാടില്ല, പാടില്ല. അരീഖു ദൽവം മിൻ മാ, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് വെച്ചോ. കാരുണ്യം, വേറൊന്നും ചെയ്യണ്ട, അവൻ വിവരമില്ലാത്തവനാ. അങ്ങനത്തെ പ്രവാചകരുടെ മുമ്പിലേക്ക് കള്ളു കുടിച്ചൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഇദ്രിബൂഹു, അടിക്കുവിൻ, അടിക്കുവിൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത്, കാശ് കൊടുത്ത് ഭ്രാന്ത് വാങ്ങിയവൻ അടിക്കുവിൻ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു, ഫമിന്നാ ലാരിബും ബിയദിഹി, ഞങ്ങളെ കൂട്ടത്തിൽ കൈ കൊണ്ടടിച്ചവരുണ്ട്. ഫമിന്നാ ലാരിബും ബിന്നഅലിഹി, ചെരുപ്പ് കൊണ്ടടിച്ചവരുണ്ട്. ഫമിന്നാ ലാരിബും ബിസൗബിഹി, വസ്ത്രം കൊണ്ടടിച്ചവരുണ്ട്. അപൂർവമായിട്ടല്ലേ റസൂലുള്ളാഹിനെ തല്ലാൻ അനുമതി കിട്ടുള്ളൂ. കിട്ടിയത് നല്ലോ മുതലാക്കി. കൈ കൊണ്ടടിച്ചു, ചെരുപ്പ് കൊണ്ട് അടിച്ചു. എത്താത്തവരെന്ത് ചെയ്തു? തുണി കൊണ്ടും അടിച്ചു. ഭയങ്കര അടി. കാരണം അങ്ങനത്തെ ഒരു സംഭവം നോക്ക് നിങ്ങൾ. ഫലമ്മൻ സറഫ, എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഖാല റജുലുൻ, ഒരുത്തൻ പറഞ്ഞു, അഖ്സാകല്ലാഹ്, അല്ലാഹു നിന്നെ നിന്ദിക്കട്ടെ. ഉടനെ തന്നെ പരിശുദ്ധ പ്രവാചകരുടെ മുഖം ചുവന്നു. ലാ തഖൂലു ഹകദ, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. ലാ തുഈനു അലൈഹി ശൈത്വാൻ, നിങ്ങൾ അവന്റെ മേൽ പിശാചിനെ സഹായിക്കരുത്. ഇനിയും അവൻ പൈശാചികതയിലേക്ക് പോകണമെന്നാണോ പറയുന്നത്? അവനെ നന്നാകാനാണ് കൈകാര്യം ചെയ്തത്. എന്താ ഇതിന്റെ അർത്ഥം? കള്ളു കുടിച്ചവനെ അടിക്കാൻ പ്രവാചകർ പറയുമ്പോ പറയുന്ന ആളെ നോക്കണം. ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത, പള്ളിയിൽ മൂത്രമൊഴിച്ചവനെ വെറുതെ വിട്ട, പക്ഷിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുവന്നവനെ ശാസിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ, കാരുണ്യത്തിന്റെ പ്രവാചകർ കള്ളു കുടിച്ചവനെ അടിക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ തങ്ങളുടെ വാചകമാണ്, കൈ കൊണ്ടടിച്ചവരും ചെരുപ്പ് കൊണ്ടടിച്ചവരും തുണി കൊണ്ടടിച്ചവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഈ വിഷയത്തിന്റെ ഗൗരവം എത്ര വലുതാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിലാക്കണ്ടേ. ഒരു തിരിച്ചുപോക്കിന്റെ ഗൗരവം നിങ്ങൾ കാണണം. അതാ വേണ്ടത്. അവസാനമായി എനിക്ക് പറയാനുള്ളതാ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് ദീർഘിപ്പിച്ച് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. നിങ്ങളെ ഇരുത്തം കാണുമ്പോൾ വീണ്ടും പറയാൻ തോന്നും, നമുക്ക് അല്ലാഹു എല്ലാ നിഅമത്തും തന്നിട്ടുണ്ട്. എല്ലാ നിഅമത്തും. എന്ത് നിഅമത്തിന്റെ കുറവാ നമുക്കുള്ളത്? നമുക്ക് അല്ലാഹു സൗകര്യം തന്നിട്ടില്ലേ? പണം തന്നിട്ടില്ലേ? നേതൃത്വം തന്നിട്ടില്ലേ? എന്തിന്റെ കുറവാ ഉള്ളത്? എല്ലാം ഉണ്ട്. ഇനി നമുക്ക് എന്തേ വേണ്ടു? നല്ല നിലക്ക് ജീവിച്ച് മരിച്ചു പോകാൻ. മനുഷ്യന്റെ മരണം രണ്ട് തരമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യമൂതു അഹദുൻ, ഒരുത്തനും മരിക്കൂല. എങ്ങനെ? ഹത്താ യഅലമ മിൻ അഹ്ലിൽ ജന്നതി ഹുവ അം മിൻ അഹ്ലിൻ നാർ, നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ പോകുന്നത്, എങ്ങോട്ടാ ഇവനെ കെട്ടിയെടുക്കുന്നത് എന്ന് ശരിക്കവനെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ പടച്ചറബ് ഒരു മനുഷ്യനെയും മരിപ്പിക്കില്ലെന്ന് പരിശുദ്ധ പ്രവാചകർ. മരിക്കുന്നവനോട് പടച്ചറബ് ബോധ്യപ്പെടുത്തി കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മയ്യത്ത് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ പുഞ്ചിരിച്ച് കിടക്കുന്നു? എന്തേ കാരണം? അവരെ മലക്കുകൾ മരിപ്പിച്ചതാണ്. എല്ലാവരെയും മലക്കുകളാ മരിപ്പിക്കുന്നത്. പക്ഷെ നമ്മളെ മലക്കുകൾ മരിപ്പിക്കുന്നതും ഇതും വ്യത്യാസമുണ്ട്. അല്ലദീന തതവഫാഹുൽ മലായികത്തു ത്വയ്യിബീൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ തഫ്സീർ ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ എന്താണ് ഉദ്ധരിച്ചതെന്ന് പോയി നോക്കി. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ച മാർഗം എന്താണ്? അല്ലദീന തതവഫാഹുൽ മലായികത്തു ത്വയ്യിബീൻ. മലക്കുകൾ നേരെ നന്നായിട്ട് മരിപ്പിക്കുന്ന ചില ആൾക്കാരുടെ മലക്കുകൾ എന്ന് പറഞ്ഞ മലക്കല്ല, മലക്കുകൾ
ഈ ആയത്തിന്റെ തഫ്സീറിലും അതുപോലെ തന്നെ യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. ഈ ആയത്തിന്റെ തഫ്സീർ രണ്ടും കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്ക്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം വാനലോകത്ത് നിന്ന് 500-ൽ പരം മലക്കുകൾ ഇറങ്ങി വരുമെന്നൊരു ഹദീസ്. അവരുടെ കയ്യിൽ ഒരു റൈഹാന്റെ ചെടി ഉണ്ടാവും. ആ ചെടിയുടെ തലപ്പത്ത് വിവിധ വർണ്ണങ്ങളുള്ള പൂക്കളുണ്ടാകും. ആ പൂക്കളുടെ സൗരഭ്യം അവന്റെ തലക്ക് മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പട്ട് അവന്റെ തടിയിൽ വിരിച്ചിട്ട് റൂഹങ്ങ് ഊരുമ്പോൾ മനുഷ്യന്റെ ഓരോ സന്ധികളിലും കഠോര വേദന ഉണ്ടാവും. രോമകൂപങ്ങളിൽ വേദന ഉണ്ടാകും. അവിടെയൊക്കെ കൈവച്ചുകൊണ്ട് മലക്കുകൾ ആശ്വാസം പകരും. പുഞ്ചിരിച്ചുകൊണ്ട് അവന് സ്വർഗത്തിന്റെ സുഖം കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലദീന തതവഫാഹുൽ മലായികതു ത്വയ്യിബീൻ. മറ്റൊരായത്തിൽ പറഞ്ഞു ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. തൊണ്ടക്കുയിലെത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ണുമിടിച്ചു നിൽക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്നവൻ പടച്ചറബ് പറഞ്ഞു വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങളെക്കാളേറെ അവന്റെ അടുത്ത് ഞാനുണ്ട്, പക്ഷെ നിങ്ങൾ കാണൂല. അവന്റെ അടുത്ത് ഞാനുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല വന്ന് നിൽക്കുക. ഐ ബിൽ മലായികത്തി, എന്റെ മലക്കുകൾ ഉണ്ട് എന്നതിന്റെ അർത്ഥം. അത് അറിയുന്നവർക്കറിയും. ഉമർ അലി ശിഹാബ് തങ്ങളുടെ മരണരംഗം നിങ്ങൾക്കറിയോ? മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ മരിക്കുന്ന രംഗത്ത് അതിന്റെ മുമ്പ് അന്ന് അദ്ദേഹം മരിക്കുന്നത് നമുക്കാർക്കും അറിയില്ലല്ലോ. അന്ന് വരെ വൈകുന്നേരം അദ്ദേഹം കർമ്മമണ്ഡലത്തിലല്ലേ. അദ്ദേഹം പള്ളി തേപ്പിക്കാനും അതിന്റെ കണക്ക് തീർക്കാനും പോയതല്ലേ. അതിന്റെ തലേ ദിവസം വീട്ടിലെ ഇതൊക്കെ ഇതുപോലെ നിങ്ങൾ യോഗം നടത്താൻ അവിടെ കടിച്ചുവാരി വൃത്തിയാക്കിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ വീട്ടിലെ പുല്ലിന്റെ കൊടികളൊക്കെ ചെത്തിച്ചു. എന്തിന്? ആളുകൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കാൻ സ്ഥലം ഉണ്ടാക്കിയതാ. മയ്യത്ത് നിസ്കരിക്കാൻ സ്ഥലം ഉണ്ടാക്കിയതാ. കണക്കുകളൊക്കെ തീർത്തു. മദ്രസയിലെ സദർ മുഅല്ലിം വ്യാഴാഴ്ച വീട്ടിലേക്ക് പോകുമ്പോ ഒരു പേപ്പർ ഒപ്പിടാൻ കൊണ്ട് പറഞ്ഞു. ഒരു പേപ്പർ ഒപ്പിടാൻ കൊടുത്തിന് പരീക്ഷയുടെ പേപ്പറിന്റെ പിന്നീട് ഒപ്പിടാൻ ശനിയാഴ്ച പറ്റില്ല, ഇപ്പൊ തന്നെ കൊണ്ടുവരണം. കൊണ്ടുവന്നു. അപ്പൊ തന്നെ ഒപ്പിട്ട് കൊടുത്ത് വാശി പിടിച്ചിട്ട്. കാരണം ശനിയാഴ്ച അദ്ദേഹം കബറിനടിയില്ല. ഓർത്ത് നോക്കണം. പോക്കറിഞ്ഞു. അതാണ് വലിയ വലിയ മനുഷ്യന്മാർക്ക് മരണത്തിന്റെ കാലത്ത് അസാബ സൽമാൻ സുറത്ത മിസ്കിൻ എന്ന് പറഞ്ഞ് താരീഖിന്റെ കിതാബിൽ നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കാഞ്ഞിട്ടല്ലേ. സൽമാൻ റളിയല്ലാഹു തആല മരിക്കാനാകുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിന്റെ മുമ്പ് ഒരു യുദ്ധത്തിൽ ഒരു മുതൽ കിട്ടിയിരുന്നു. മിസ്കിന്റെ ഒരു പെട്ടി, ഒരു ബോക്സ് സുഗന്ധം അദ്ദേഹം കൊണ്ടുപോയി വെച്ചു. ഭാര്യന്റെ അടുത്ത് കൊടുത്തു, പെണ്ണെടുത്ത് സൂക്ഷിക്കാൻ കൊടുത്തു. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാം. ഭാര്യയുടെ അടുത്ത് സൂക്ഷിക്കാൻ കൊടുത്ത് ഭാര്യ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അദ്ദേഹത്തിന് ഫലമ്മാ ഹദറഹുൽ മൗത്ത്, താരീഖിൽ പറയുന്നു, അദ്ദേഹത്തിന്റെ മരണം ആസന്നമായപ്പോ ഭാര്യനെ വിളിച്ചു, നീ ആ മിസ്കിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ മിസ്ക്? നിങ്ങൾക്ക് ഈ സമയത്ത് എന്തിനാ ഈ കസ്തൂരി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ വാചകം താരീഖിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഏതാനും സന്ദർശകർ അല്പസമയത്തിനകം ഇവിടെ വരുമെന്നെ കാണാൻ. അവർക്ക് വാസന അനുഭവിക്കാൻ ആസ്വദിക്കാൻ കഴിവുണ്ട്. അവർക്ക് ഭക്ഷണം വേണ്ട. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇപ്പൊ ഇവിടെ വരുന്നുണ്ട് ഭാര്യയോട്. ഭാര്യ ഇത് വെള്ളത്തിലിട്ട് കുടഞ്ഞു. അല്പസമയം കഴിഞ്ഞു. സുഗന്ധപൂരിതമായ അന്തരീക്ഷം. മാലാഖമാർ വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ലോകത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ അല്ലദീന തതവഫാഹുൽ മലായികതു ത്വയ്യിബീൻ. മറ്റൊരായത്തിൽ പറഞ്ഞ വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഈ മരണം ആർക്കാ കിട്ടുക? ഈ മരണം കിട്ടൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. നല്ലോരെ കൂടെ നിന്നോർക്ക്. ഞാൻ നല്ലോനാന്ന് പറഞ്ഞോന് കിട്ടൂല. ഞാൻ നല്ലോനെന്നോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് പോരാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് പോരാ. റബ്ബാണ് എന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ പോരാ. സുമ്മസ്തഖാമു, പിന്നെ നേരെ നിൽക്കണം. ആ നേരെ നിർത്തിയ ആൾക്കാരാ സമസ്തക്കാർ. അതാണ് എന്റെ ആലിമീങ്ങൾ. കണ്ണിയത്തുത്താ നമ്മളെ നേരെ നിർത്തിയ ആളാ. കൂനൂ മഅസ് സ്വാദിഖീൻ. കണ്ണിയത്തിന്റെ അടുത്ത് കണ്ട് മുട്ടിയാ മതി. ആ മഹാന്മാരുടെ അടുത്തേക്ക് മുട്ടിയാ മതി. യൂസുഫ് നബി തങ്ങളും പറഞ്ഞത് അങ്ങനെയാ. അങ്ങനെ തന്നെയാ പറഞ്ഞു. തവഫനി മുസ്ലിമാ പോരാ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. കണ്ടോ, സ്വാലിഹീങ്ങളെ കൂടെ ചേർക്കണേ. ആ നല്ലോരെ കൂടെ ചേരാനുള്ള ഒരു പണിയായി. കുട്ടികളെ ഇത്തരം ബാലവേദിയിലും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സമത്വയുടെ കീഴ്ഗണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ജമിയത്തുൽ മുഅല്ലിമീന്റെ സന്ദേശവും സമത്വയുടെ സന്ദേശവും അതിലുപരി മാനിക്കേണ്ടവരെ മാനിക്കാനുള്ള വാപ്പാനും ഉമ്മാനും മാനിക്കുന്ന ഒരു സന്ദേശവും കുട്ടികളിൽ നിലനിർത്തുക. അതാണ് നമ്മുടെ സന്ദേശം. ആ സന്ദേശം ഏറ്റുപിടിക്കുന്നവർക്ക് നല്ല നിലയിൽ മാലാഖമാർ മരിപ്പിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ കഴിയും. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ സമയം